ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അല്ലാഹുവിൻ്റെ അനുഗ്രഹീതമായ അനുഗ്രഹം കൊണ്ട് ഗസ്സയിലെ ജനത്തിന് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, ലോകമെമ്പാടും ജാതിയുടെയോ മതത്തിൻ്റെയോ ഗോത്രത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ നിറത്തിൻ്റെയോ വ്യത്യാസമില്ലാതെ തോളോട് ചേർന്ന് നിന്ന് ഐക്യരാഷ്ട്രസഭയിലെ 157ഓളം രാജ്യങ്ങൾ ഗസയിൽ പലസ്തീന് നീതി കിട്ടണമെന്ന് ചങ്കൂറ്റത്തോടെ പറഞ്ഞുകൊണ്ട് 2 വർഷക്കാലമായി നരഹത്യ അനുഭവിക്കുന്ന ഗസയുടെ മണ്ണിനെ സമാധാനത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ഒന്നൊരു തരി കൈപിടിച്ച് ഉയർത്തുന്ന ഘട്ടത്തിലാണ്. ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ എന്നും നമ്മളിവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുമായി സമയത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി ഞാൻ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിനപ്പുറം വിഷയ അവതരണത്തിലേക്ക് നിൽക്കുന്നില്ല. കാരണം വിഷയ അവതരണം അവതരിപ്പിക്കാൻ മഹാന്മാരായ പണ്ഡിത സമൂഹം സാന്നിധ്യമായതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ പെരുമ്പാവൂരിൻ്റെ മണ്ണ്, സാംസ്കാരിക പൈതൃകത്തിൻ്റെ നാടായ പെരുമ്പാവൂര്, മതേതരത്വത്തിൻ്റെ പ്രതീകമായ പെരുമ്പാവൂര്, മുൻഗാമികൾ മർഹൂം എൻ്റെ പിതാവടക്കമുള്ളവർ നമുക്ക് നേതൃത്വം നൽകുമ്പോൾ, നമുക്ക് അനാഥത്വമില്ലാതിരുന്നപ്പോൾ, ഈ സമൂഹത്തിൽ എന്ത് വിഷയം വരുമ്പോഴും നമ്മൾ കൈ മറന്ന് തോളോട് ചേർന്ന് നിന്ന് നമ്മൾ ഒറ്റക്കെട്ടായി ഈ നാടിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, മതേതരത്വത്തിന് വേണ്ടി വിശ്വാസം മുറുകെ പിടിച്ച് കൈകോർത്ത് നിന്നപ്പോൾ മറ്റൊരു ജ്വാലയായ അറബിക്കളിൻ്റെ റാണി എന്നറിയപ്പെടുന്ന കൊച്ചി നഗരത്തിനെ ചോർന്ന് ഒത്തൊരുമി നിൽക്കുന്ന അമ്പലച്ചുംബികളെ പോലെ നിൽക്കുന്ന പെരുമ്പാവൂരിൻ്റെ സാംസ്കാരിക പൈതൃകം, ഗസയിലെ മനുഷ്യര്, ആ മനുഷ്യരോട് ചേർന്ന് നിന്ന് ഈ റാലി മഹത്തരമായ റാലിയാക്കിയ നിങ്ങൾക്ക് അഭിവാദ്യം നേരാൻ ഞാൻ ഈ അവസരം ആദ്യം ഉപയോഗിക്കുകയാണ്. പ്രശാന്തവും രമണീയമായ ഈ സായം സന്ധികൾ ഈ പെരുമ്പാവൂരിന്റെ നഗരത്തെ സാക്ഷി നിർത്തി നമ്മൾ പറയുന്നു, നമ്മൾ മനുഷ്യത്വമാണ്, കരുണയാണ്, കാരുണ്യമാണ്. നമ്മളെ ഏത് വേദങ്ങളായാലും, അത് ഗീതയായാലും, അത് ബൈബിളായാലും ഖുർആനായാലും മനുഷ്യരെ നന്മയും കരുണയും നമ്മളെ ഉത്ബോധിപ്പിക്കുമ്പോൾ ആ കരുണയും കാരുണ്യവും ചേർത്ത് നിന്ന് അഗസയിലെ മനുഷ്യർക്ക് വേണ്ടി, ഈ ലോകം മുഴുവൻ, ആ രാജ്യത്തിന് വേണ്ടി, ആ സമൂഹത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ, സാമ്രാജ്യത്തിൽ ലോക പോലീസ് എന്ന് പറയപ്പെടുന്ന സാമ്രാജ്യ ശക്തികൾ ഈ രാജ്യം കൈയടക്കാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യരൊറ്റ ായി UN പോലും ബെഞ്ചമിൻ നെതന്യാഹുവിനെ അവരൊക്കെ വിളിച്ചുകൊണ്ട് അവരെ പ്രതിഷേധം രേഖപ്പെടുത്തി. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മലയാളി, അതാണ് മലയാളത്തിന്റെ മണ്ണ്, ഗോഡ്സ് ഹോം കൺട്രി എന്ന് പറയപ്പെടുന്ന ദൈവത്തിന്റെ നാട് എന്ന് വിശേഷിപ്പിക്കുന്ന ഈ നാടിലെ ശ്രീലക്ഷ്മി എന്ന ആ ഒരു പെൺകുട്ടി ആ രാജ്യത്തെ ഈ വെള്ളം, ഏറ്റവും വലിയ പ്രശ്നമായ വെള്ളത്തിന് വേണ്ടി, പരിഹാരത്തിന് വേണ്ടി ഒരു കൈത്താങ്ങി നിന്നെങ്കിൽ നമുക്ക് അഭിമാനിക്കാം, കേരളത്തിന് അഭിമാനിക്കാം, മതേതരത്വ കേരളത്തെ അഭിമാനിക്കാം. കേരളം മാതൃകയാണെന്ന്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ, അംഗവൈകല്യപ്പെടുമ്പോൾ, അവിടെ കെട്ടടക സമുച്ചയങ്ങൾ എത്ര കരാറ് വന്നാൽ പോലും എങ്ങനെ അതിനെ പുനഃസൃഷ്ടിക്കുമെന്ന വേവലാതിയും മാവലാതിയും വരുമ്പോൾ, ഒരു നാട്ടിൽ അഭയം കൊടുത്തവർക്ക് പുറത്തു പോകേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ഞാനും നിങ്ങളും ഓർക്കുന്നു, അത്തരത്തിലൊരു വിഷയം നമ്മളുടെ കടുത്ത് വരുമ്പോൾ, നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമ്മളിൽ അത് എത്ര വേദന, എത്ര പ്രയാസം, എന്തെല്ലാം നഷ്ടപ്പെടുന്നു എന്ന് നമ്മൾ ആലോചിക്കുന്നത്. ഇന്നും കിട്ടാത്ത ശവശരീരങ്ങൾ, മയ്യത്തുകൾ ആ കെട്ടിട അവശിഷ്ടത്തിൽ കിടക്കുമ്പോൾ നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവർക്ക് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. തീർച്ചയായും ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങൾ വരുമ്പോൾ ഇവിടെ കൈമറന്ന് ഇവിടെ എല്ലാവരും ഒറ്റക്കെട്ടായി എല്ലാവരും ചേർത്ത് നിർത്തി ഈ പെരുമ്പാവൂരിന്റെ മണ്ണ് അത്തരത്തിൽ നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഒരു റിലയുടെ ബാറ്റൺ പോലെ അത് ആ സൗഹാർദ്ദവും സ്നേഹവും കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് പെരുമ്പാവൂരിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തോടെ പറയുന്നത്. തീർച്ചയായും സർവശക്തൻ ഈ നമ്മുടെ കൂട്ടായ്മ ഇത് നിലനിർത്തട്ടെ. ഈ രാജ്യത്ത്, ഈ ലോകത്ത് ഇത്തരത്തിലുള്ള മതസൗഹാർദ്ദങ്ങളിൽ നിന്ന് ഈ മനുഷ്യത്വം ഭരിക്കുന്ന ഈ മനുഷ്യ സ്നേഹികൾക്ക് മുന്നിൽ മാതൃകയായി നമുക്ക് പോകാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.